പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം ACJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പിന് കെ സുധാകരൻ കൂട്ടുനിന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. കെ സുധാകരനടക്കം 3 പേരെ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മോൺസൺ മാവുങ്കലിനൊപ്പം കെ സുധാകരൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാം എന്നിവരാണ് മറ്റു പ്രതികൾ. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് എറണാകുളം ACJM കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പുകൾക്കെല്ലാം കെ സുധാകരൻ കൂട്ടുനിന്നിരുന്നുവെന്ന് കുറ്റപത്രത്തിലുണ്ട്. പുരാവസ്തു ഇടപാടിന്റെ പേരിൽ കബളിപ്പിക്കപ്പെട്ടവർ മോൺസൺ മാവുങ്കലിന് നൽകിയ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ ഉടൻ തന്നെ സുധാകരൻ മോൺസന് നൽകുന്നത് കണ്ടുവെന്ന് സാക്ഷിമൊഴികളുണ്ട്. കഴിഞ്ഞ ജൂണിൽ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ കെ സുധാകരൻ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. മോൺസൺ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും തനിക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ തടസ്സങ്ങൾ നീക്കി ലഭ്യമാക്കുന്നതിന് ഡൽഹിയിൽ സുധാകരൻ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് മോൺസൺ മാവുങ്കൽ വിശ്വസിച്ചപ്പോൾ സുധാകരനും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ മുൻ DIG S സുരേന്ദ്രൻ, IG G ലക്ഷ്മൺ എന്നിവരുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. പുരാവസ്തു തട്ടിപ്പിലൂടെ പരാതിക്കാരുടെ 10 കോടിയാണ് മോൺസൺ മാവുങ്കൽ കൈക്കലാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടത് കോൺഗ്രസിനും തിരിച്ചടിയാണ്. വൈകാതെ ക്രൈംബ്രാഞ്ച് അന്തിമ കുറ്റപത്രം സമർപ്പിക്കും. ജനം, കൊച്ചി.